ബംഗാൾ, ആസാം, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളെയും കീറി മുറിച്ചെടുത്തുകൊണ്ട് ഒരു മാപ്പൊക്കെ റെഡിയാക്കി ഇസ്ലാമിക രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഒരു തീവ്രവാദ സംഘടന എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ് സർ? ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് JBM എന്ന് പറയുന്നൊരു സംഘടന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവരുടെ കാലത്ത് അത് നിരോധിക്കപ്പെട്ടിരുന്ന അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. അത് ജമാഅത്തെ ഇസ്ലാമി തന്നെ വേറൊരു പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഉപോൽപ്പന്നമായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കി. അതാണ് ഇമാം മുഹമ്മദുർ കാഫിയ എന്ന് പറയുന്ന സംഘടന, IMK. 2018 ഈ സംഘടന സ്ഥാപിച്ചത്. സ്ഥാപകൻ ജുവൽ മുഹമ്മദ് എന്നാണ്. ജുവൽ മുഹമ്മദ് അതാണ് അതിൻ്റെ സ്ഥാപകൻ. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഒരു ഇസ്ലാമിക രാജ്യം ഇന്ത്യയെ കീറി മുറിച്ച് ഉണ്ടാക്കണം. അല്ലാതെ ബംഗാൾ കീറി മുറിച്ചാൽ പോരാ. അത് പോരായിരുന്നു. അതായത് ബംഗാളും ആസാമും ത്രിപുരയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യം രൂപീകരിക്കപ്പെടും. വലിയൊരു പോർഷനായിട്ട് അത് രൂപീകരിക്കപ്പെടും. ആ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ കീഴടക്കണം. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയെ കീഴടക്കണം. അപ്പോൾ അതിനായിട്ട് ജിഹാദ് നടത്തണം. ഒരു കാര്യം. ആ ജിഹാദിൽ മാസ് കൺവേർഷൻ നടത്തണം ഇസ്ലാമിലേക്ക് ആളുകളെ. അങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്ത് മെജോറിറ്റി ആക്കി എടുക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ കൊന്നുകളയണം. ഈ മഹത്തായ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് വേണ്ട പാരിതോഷികം സ്വർഗത്തിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവരാണ് ഇന്ത്യയെ കീറി മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലതവണയായിട്ട് ബംഗ്ലാദേശ്, ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള രീതിയിൽ മാപ്പുകൾ വരുന്നുണ്ട്. പല ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പല സംസ്ഥാനങ്ങളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ മാപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ട് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അവർ രണ്ടും കൽപ്പിച്ചുറപ്പിച്ചതെന്ന പോലെ ഇരിക്കുകയാണല്ലോ. അല്ല, രണ്ടും കൽപ്പിച്ചുറപ്പിക്കുക എന്നുള്ളതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവർക്ക് അവരുടെ ഈ പ്രവർത്തനത്തിന് സഹായം ചെയ്യുന്നവർ ഇന്ത്യയിലുണ്ടാകുന്നു എന്നുള്ളതാണ് അപകടം. അപകടം അവിടെയാണ്. നമുക്ക് പുറത്തു നിന്നുള്ളൊരു ശത്രുവിനെ നേരിടാൻ ഒട്ടും പ്രയാസമില്ല. പക്ഷേ അകത്തുള്ളവർ മിത്രഭാവത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കളായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മുടെ മിത്രങ്ങളാണെന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ശത്രുക്കളാണ്. ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ കീറി മുറിക്കും എന്ന് പറയുമ്പോൾ അവിടെ മമതയാണ്. മമതയ്ക്ക് താല്പര്യം വേറെയാണ്. ഇപ്പോൾ SIRൻ്റെ കാര്യത്തിൽ പോലും പല സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ പറയുന്നുണ്ട്. മോദിക്കെതിരെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടെയൊക്കെ പക്ഷെ ത്രിപുരയും അസമും മുസ്ലിംസ് ഉള്ള സ്ഥലങ്ങളാണ്. അത് ചേർത്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അവിടെ പോയിട്ട് കൺവേർഷൻ നടത്തണം, ജിഹാദ് നടത്തണം. ആ ജിഹാദിന് വേണ്ട സംഘത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ IMK എന്ന് പറഞ്ഞ സംഘടനയുടെ ലക്ഷ്യം. അവരതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇവർ ഒരുപാട് സംഘടനകൾ വേറെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യത്തിന് വേണ്ടി. ഈ പറയുന്ന രീതിയിൽ പല സംഘടനകളുണ്ടെങ്കിലും എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ ഒരു സംഘടനയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ആ സംഘടന മാറിയിട്ട് വേറൊരു സംഘടന വരെയാണ്. പക്ഷേ എല്ലാ സംഘടനകൾക്കും സഹായം കൊടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള സഹായത്തിൻ്റെ സോഴ്സ് ഒന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യം. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആകമാനമായി ഇസ്ലാമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ദാറുൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യമാണ്. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആഗോള ഇസ്ലാം. എല്ലാ ലോകവും ഇസ്ലാമായിട്ട് തീരണം.
അങ്ങനെ 2047 ആകുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമായിട്ട് തീരുമെന്ന് ഇവരുടെ ഏതോ ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ട്. അയാളോട് ഇതുപോലെ അയാളുടെ അല്ല പറഞ്ഞിരിക്കുന്ന ഏതോ ഒരു സംഗതിയിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഖുറാനെ ആസ്പദമാക്കിയിട്ടല്ല ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ്. ഹദീസുകളെ ആസ്പദമാക്കി. ഹദീസുകൾക്കൊരു പ്രശ്നമുണ്ട്. ഒന്നിന് വിരുദ്ധമാണ് വേറൊരെണ്ണം. പലതും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവർക്ക് പറ്റിയ കുറേ ഹദീസ് എടുത്തിട്ട് ആ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ്റെ ദിനചര്യയാണ് ഹദീസ്, പ്രവാചക ചര്യ. പ്രവാചകൻ എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കിയത് എന്ന് വിശദീകരിക്കുന്നതാണ് ഹദീസുകൾ. ആ ഹദീസിൻ്റെ പ്രമാണം അനുസരിച്ചിട്ടാണ് പ്രവാചകൻ 11, 12 മറ്റോ വിവാഹം കഴിച്ചത്. അതൊക്കെ ഹദീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രവാചകൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഹദീസാണ്. അപ്പോൾ പ്രവാചകൻ്റെ ചര്യയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാണല്ലോ, ഈ ഹദീസുകൾ ഇത്തരത്തിലുള്ള മഹാവൃത്തികെട്ട കാര്യങ്ങൾ നിലവിലുള്ള ഒരു രാജ്യത്തെ കീറി മുറിച്ചുകൊണ്ടും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തി ഇസ്ലാമാക്കിക്കൊണ്ടും സംസ്ഥാപിക്കപ്പെടേണ്ടതാണ് ഒരു ഇസ്ലാം രാജ്യമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ്റെ എന്തൊരു വൃത്തികേടാണ് പറഞ്ഞതെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിയല്ലല്ലോ ഇതിങ്ങനെ പറയുന്നത്. ലോകത്ത് സമാധാനം സൃഷ്ടിക്കാൻ നിയുക്തനാക്കപ്പെടേണ്ട പ്രവാചകൻ, ആ പ്രവാചകൻ തന്നെ ലോകത്തെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ടും ശിഥിലമാക്കിക്കൊണ്ടും ആ ലോകത്ത് അസ്വസ്ഥത പടർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വേണമല്ലോ ഇതിൽ നിന്ന് ധരിക്കാനായിട്ട്. പക്ഷെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ആര് പറയുന്നത്? ഈ പറഞ്ഞ IMK പറയുന്നത്. ആ IMK എന്ന് പറഞ്ഞ സംഘടന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നൊരു സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇവിടെ കൂട്ടിച്ചേർന്നേക്കാണ്. അപ്പോൾ ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ കേരളത്തിലുണ്ട്. ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോകത്തെവിടെയെല്ലാം ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുണ്ടോ അവിടെയെല്ലാം ആ തീവ്രവാദ സംഘങ്ങളുമായിട്ട് കേരളത്തിലുള്ള 2 പേർക്കെങ്കിലും ചുരുങ്ങിയത് ബന്ധമുണ്ടാകും എന്നുള്ളതാണ്. അവരെല്ലാം മാന്യന്മാരായി നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ദിഖാപ്പിനെ പോലെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും അവർക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ അടക്കമുള്ളവരുണ്ട്. ഇവരെന്ത് മനുഷ്യാവകാശം ഉണ്ട്, അത് വേറെ. മനുഷ്യാവകാശം കൂടാതെ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതാണ്. ഒരു രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിൻ്റെ പിന്നാലെ പോകുന്നവനെ അത് അനുവദിച്ചു കൊടുക്കുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. പക്ഷേ നമ്മളത് പറയുമ്പോൾ അത് വർഗീയതയായി. അല്ല, അത് വർഗീയതയാണെങ്കിൽ അത് വർഗീയതയാണെങ്കിൽ ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. ഇവർക്ക് വർഗീയത ഇല്ലല്ലോ. ഇവരെന്താണ്? സെക്കുലറിസ്റ്റുകളല്ലേ. ഈ സെക്കുലറിസ്റ്റായിട്ടുള്ളവർ ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്ത് ഇസ്ലാമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇത് വേണ്ടേ? അപ്പോൾ ബംഗ്ലാദേശിൻ്റെ മാറ്റം വളരെ അപകടം പിടിച്ച ഒന്നായി മാറിയിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അല്ലേ, നമ്മുടെ ഷെയ്ഖ് ഹസീന അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഷെയ്ഖ് ഹസീന ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ അവരെ ഒതുക്കി അവരെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അതിനെ തകർക്കാൻ വേണ്ടി വന്ന ധൂമകേതുവാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന കക്ഷി. എന്തൊരു അപകടകാരിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ലോകത്തിന് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുത്തനാണ്. അവനൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടുന്നത് എന്നും കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.